ഇത് കാട അല്ലേ? ഇത് പിച്ചിപ്പോട്ട പൊറോട്ട അല്ല, പിച്ചിപ്പോട്ട കോഴി, പിച്ചിപ്പോട്ട കോഴി പൊറോട്ട ഗ്രേവി. ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ചായ കുടിക്കാനായിട്ട് വന്നതാണ്. എവിടെയാണെന്നറിയാം? കേരള തമിഴ്നാട് ബോർഡർ, അതായത് നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ. വൈകുന്നേരം വീട്ടിലിരിക്കുന്നതാണ്. നമ്മുടെ ടീംസ് എല്ലാം ഉണ്ട്. നാസി, അമീൻ, അജു എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ടൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. വന്നെത്തിയത് നേരെ തമിഴ്നാട് ബോർഡർ റഹ്മത്ത് ഹോട്ടൽ. ഇവിടെ വന്നിട്ട് നമ്മൾ അടിപൊളി പൊറോട്ടയും ഇവിടുത്തെ സ്പെഷ്യൽ കറികളെല്ലാം കഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. ബാ. നമുക്കുള്ളാണ്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. വാഴയിലയിലാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മണിക്ക്? 6:30 കണ്ടല്ലേ ഇറങ്ങി. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പം 10:30 ആയപ്പോഴത്തേക്കിന് ഇവിടെ എത്തി. ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാ. നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാ, വ്ളോഗ് ചെയ്യാനായിട്ട് വന്നതാ കേട്ടോ. നല്ല ചൂട് പൊറോട്ട വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സാധനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗ്രേവി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒത്തന്റിക് തമിഴ്നാട് സ്റ്റൈൽ ടേസ്റ്റ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഗ്രേവിക്ക് ആ ഒരു തമിഴ്നാട് സ്റ്റൈൽ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ മണ്ണെണ്ണയും പഞ്ചസാരയും പോവും, കുറേ മണ്ണെണ്ണയും പഞ്ചസാരയും പോവും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ട്. ആ ഗ്രേവി ഇവിടെ കഴിച്ചു, നേരത്തെ കഴിച്ചിട്ടുള്ള ജസ്റ്റ് ഗ്രേവി മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. ഇത് വെജിറ്റേറിയൻ ആണല്ലോ. ഇത് ഗ്രേവി കൂട്ടി അടിച്ചാണ്. നല്ല ഇത് കാട അല്ലേ? ഇത് നാടൻ കോഴി. നാടൻ കോഴി വേണ്ടത് കാട ഫ്രൈ. ആ കോഴിയാ? ഒരെണ്ണം വെക്ക്. നമുക്ക് വേണ്ട നാടൻ കോഴി പൊറോട്ട, ചൂട് പൊറോട്ട, നല്ല ഗ്രേവി വേണ്ട. കുറച്ച് പൊറോട്ട എടുത്തു. ചിക്കൻ വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ സാധനം. മുട്ട കലക്കി ഇത് പിച്ചിപ്പോട്ട പൊറോട്ട അല്ല, പിച്ചിപ്പോട്ട കോഴി. ഷവർമയിലൊക്കെ വരുന്ന പോലെ തന്നെ. നല്ല പിച്ചിപ്പോട്ട കോഴി, ചൂട് പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാവേ. പിച്ചിപ്പോട്ട കോഴി പൊറോട്ട ഗ്രേവി. ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് കേട്ടോ. നമ്മുടെ കേരള പൊറോട്ടയുടെ ഒരു സ്റ്റൈലല്ല. ഗ്രേവിക്കാണെങ്കിലും കുറച്ച് എരിവുണ്ട്. പൊറോട്ട ഒക്കെ നല്ല സോഫ്റ്റ് പൊറോട്ട, നാടൻ കോഴി. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ലൊരു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല, സൂപ്പർ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാവരും വിശന്ന് വലഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത്. അമീന, എങ്ങനെയുണ്ട് ഭക്ഷണം? കൂടുതൽ ഇഷ്ടമില്ല. ഇവിടെ വരെ വന്ന് വറുത്താണ്. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് പിച്ചിപ്പോട്ട് കോഴി,
കാടയുണ്ട്, പൊറോട്ട. പൊറോട്ട കേട്ടോ. അജുന് ഏതാ ഇഷ്ടപ്പെട്ടത്? കലക്കിയത്. നല്ല ബുൾസൈ. കലക്കി ഒരുപാട് ഇരിക്കുന്നു. നാടൻ കോഴി രണ്ടെണ്ണം. ഈ ഒരു ഗ്രേവിയും അടിപൊളി കേട്ടോ. ഇതന്നെയാണോ? ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും പൊറോട്ടയും കാട കഴിച്ചായിരുന്നു. കാട നമ്മൾ ഇത്രയും കിലോമീറ്റർ, ഏകദേശം 95 കിലോമീറ്ററോളം ഉണ്ട്. 95 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് വന്നിട്ട് ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വർത്തിട്ടാണ് കേട്ടോ. പക്കാ വർത്ത്. ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. സൂപ്പർ. അത്യാവശ്യം സ്പൈസിയാണ് ആ ഗ്രേവിയൊക്കെ വരുന്നത്. കുരുമുളക് കൂടുതൽ. സൂപ്പർ. ഒരു കാപ്പിയോ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. നമ്മളൊരു ബുൾസൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1967 ഈ സ്ഥാപനം ഓപ്പൺ ആയിരിക്കുന്നത്. ഇത്ര വർഷം മുമ്പേ ഉള്ള ആലോചിച്ച് നോക്കി. എന്തായാലും അടിപൊളിയാണ്. കൂടെ ഒരു ലൈം സോഡയും കൂടെ പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് കിട്ടാൻ പെരട്ടിക്ക. ഇല എടുക്കാതെ പോയി കാണാം. ആനസ് ബൈ നോക്കാം. എന്നാ ആചാരം ഇത്? വലിയ ബ്ലോഗറാ. ഇല പോലും എടുത്തിട്ടില്ല ഗൈസ്. നോക്ക് ഇല എടുക്കാണ്ട് പോയിട്ട് രണ്ടാമത് വിളിച്ചെടുപ്പിക്കുക. അതാണ് നോക്ക്. പേരെന്നായിരുന്നു? ഷേഖ് സയ്യിദ് ഹസൻ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽ ഉടമയുടെ മകൻ ഷേഖ് സയ്യിദ് ഹസൻ അല്ലേ? ഷേഖ് സയ്യിദ് ഹസൻ എന്നാണ് പേര്. എത്ര ആളായി ഈ ഹോട്ടല്? ഇത് ഒരു 50 years ആയി. ഇവിടുത്തെ ടൈമൊക്കെ എങ്ങനെയാ? രാവിലെ മോർണിംഗ് ഉച്ചയ്ക്ക് 12 സ്റ്റാർട്ടായി. നൈറ്റ് 12 വരെ. നൈറ്റില് 12 മണി. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് നൈറ്റ് 12 മണി വരെയാണ്. എല്ലാ ദിവസവും ഉണ്ട്. സൺഡേ ഒന്നും ഓപ്പൺ ഇല്ല. എല്ലാ നാളും ഉണ്ട്. ഇത് ബക്രീദ് റംസാൻ മാത്രം ലീവ്. ബക്രീദ് പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് മാത്രം ഇത് ഓഫായിരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? കോമൺ ആയിട്ട് ബിരിയാണി ഉണ്ട്. എന്നാ ബിരിയാണി? മട്ടൻ ബിരിയാണി. ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി 4-4:30 വരയ്ക്ക്. നാടൻ കോഴി ബിരിയാണി. നാടൻ കോഴി ബിരിയാണി, മട്ടൻ ബിരിയാണി 4:30 വരെ ഉണ്ട് അല്ലേ? 4:30. പിന്നെ പൊറോട്ട പൊറോട്ട ഉച്ചയിലിருந்து கிடைக்கும். 12 மணிலேருந்து நைட் 12 o'clock வரைக்கும் பொரோட்டா கிடைக்கும். പിന്നെ നാടൻ കോഴി, കാടക്കോഴി, മട്ടൻ ഫ്രൈ அந்த 4:30ക്കുള്ള. നമ്മൾ വന്ന ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ബിരിയാണി അതുപോലെ തന്നെ നാടൻ കോഴിയുടെ പല വിഭവങ്ങളും ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അടുത്തൊരു അവസരത്തിൽ നമുക്ക് ഫുഡ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ ആയതുകൊണ്ടാണ് നമുക്ക് പൊറോട്ടയും പിച്ചിപ്പോട്ട് കോഴി, നാടൻ കോഴിയിലൊക്കെ ഒതുക്കേണ്ടി വന്നത്. അടുത്ത തവണ നമുക്ക് ഇതിലും വിപുലമായിട്ടുള്ള വീഡിയോ ചെയ്യുകയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. എന്തായാലും ഒരു 4-5 തവണ കൂടി അങ്ങനെ വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കാൻ വരുന്നത്. ഒരുപാട് നന്ദിയാണ്. താങ്ക്സ്. അതായത് ഇത് കേരളോட இருந்தது தெரியுமா? செங்கோட்டை கேரளாவோட இருந்தது. அந்த பீரியட்ல இருந்தே இது இருக்கு. இதோட സ്ഥലത്തിന്റെ പേര്? ഇത് പ്രാണൂർ.
കേരള തമിഴ്നാട് ബോർഡറാ. സെലിബ്രിറ്റീസ് ഒക്കെ വരും. ഏകപ്പെട്ട സെലിബ്രിറ്റീസോ ഉങ്ക ലാൽ അടിക്കല് വരും. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരാറുണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ ലാൽ ചേട്ടൻ ഉണ്ടല്ലോ, ലാലൊക്കെ വരാറുണ്ട്. റമ്മിലാലൊക്കെ ഇവിടെ വരാറുണ്ട്. റമ്മിലാലാണ്. റമ്മിലാൽ இது பிக்சர்ஸ் கூட இருக்கும் நினைக்கிறேன். அவரோட இது எதுக்காக அதை அப்துல் கலாமோட போட்டோ வச்சிருக்கு. இது வந்து என் பாப்பா வந்து 2007ல் பஞ்சாயத்து பிரசிடென்ட் ஆகிட்டு அந்த டயத்தில் அந்த கிளீனாக இருந்ததுக்காக அந்த வில்லேஜை அதுக்காக கொடுத்தது. சரி சரி. நிர்மல் புரஸ்கார் அவார்டு இது 100 கிலோமீட்டர் இருக்கு. ஒரே ஒரு தடவை வந்திருக்கேன் ஆலப்புழா. நல்லா இருக்கு ஃபுட்டு. நல்லா ഓക്കെ. ഇന്നത്തെ ഭക്ഷണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ ഇറങ്ങി. ഒരു ചായ കുടിക്കാൻ ഇറങ്ങി കേരള തമിഴ്നാട് ബോർഡർ വരെ എത്തിയിട്ട് നമ്മൾ എന്താ റഹ്മത്ത് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചു. എല്ലാവരും ഓക്കെ അല്ലേ? അതിൽ ഉച്ച സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി മട്ടൻ ബിരിയാണി, നാടൻ കോഴി ബിരിയാണിയൊക്കെ കിട്ടും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് കോഴി ഫ്രൈ, ചിക്കൻ ഫ്രൈ, നാടൻ ഫ്രൈ, അതേപോലെ തന്നെ ഓംപ്ലേറ്റ് എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രീമിയം റെസ്റ്റോറന്റ് ഈ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അവിടെ വന്ന് നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം അടുത്ത ആഴ്ച നമുക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.